കലാപവും സംഘർഷങ്ങളും തകർത്ത മണിപ്പൂരിൽ എല്ലാം നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് കൈത്താങ്ങാകുന്ന വനിതാ സംരംഭകയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഇംഫാൽ സ്വദേശിനി സഞ്ജിത ലിഷ. വെല്ലുവിളികളെ അതിജീവിച്ചു തുടങ്ങിയ സ്ഥാപനമാണ് ഇപ്പോൾ തകർന്നു നിന്ന നിരവധി പേർക്ക് തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിജീവനത്തിന് കൂട്ടാവുകയാണ് അവർ. 2023 മെയ് മാസം മുതൽ മാസങ്ങളോളം നീണ്ട കലാപങ്ങളും അക്രമങ്ങളും, ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, നാടും വീടും വിട്ട് പലായനം ചെയ്തവർ, ക്രൂരപീഡനങ്ങൾക്ക് ഇരയായവർ, തെരുവിൽ അപമാനിക്കപ്പെട്ടവർ, എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു തളർന്നു നിന്ന മനുഷ്യർ, അതിജീവനത്തിനായി അലയുന്നവർക്ക് തന്നാലാകുന്ന പിന്തുണയും സഹായവും. അതായിരുന്നു സഞ്ജിതയുടെ ചിന്ത. I should do something different from what others do. And that made me took up this very different one, that is the potato chips. മലയോര ഗ്രാമങ്ങളിൽ നിന്ന് ഉരുളക്കിഴങ്ങ് എത്തിക്കുന്നു. വറുത്ത ഉരുളക്കിഴങ്ങിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. വായ്പയെടുത്തും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയും വില കൂടിയ യന്ത്രസാമഗ്രികൾ വാങ്ങി സ്ഥാപനം തുടങ്ങി. അനാഥരായ, ഉപേക്ഷിക്കപ്പെട്ട, നിസ്സഹായരായ നിരവധി സ്ത്രീകൾക്ക് തൊഴിൽ നൽകി. 3 महीने में बहुत सीखने तो बहुत मिला, प्यार भी बहुत मिला. मैडम ने हमारी बहुत हेल्प की, बहुत सीखा. പുരുഷന്മാരും ഇവിടെ തൊഴിലെടുക്കുന്നു. സങ്കടക്കടലിൽ നിന്ന് ഒരു ജനതയെ മുഴുവൻ കൈപിടിച്ചുയർത്തുവാൻ ഈ ഒറ്റയാൾ പട്ടാളത്തിന് സാധിക്കില്ലെന്നറിയാം. ഒരാളുടെ ജീവിതത്തിലെങ്കിലും വെളിച്ചം പകരാൻ കഴിഞ്ഞാൽ അത്രയുമായി. സഞ്ജിതയുടെ വാക്കുകൾ ചുറ്റുമുള്ളവർക്കും മാതൃകയാണ്, മുന്നോട്ടു പോകാനുള്ള ഊർജമാകുന്നു. റിസർച്ച് ഡെസ്ക് 24. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത. മണിപ്പൂരിൽ എത്രയോ സ്ത്രീകൾ ഈ അക്രമങ്ങളിൽ പെട്ട് ആരുമില്ലാതെ സഹായത്തിനായി നടക്കുമ്പോൾ അത്രയും സഹായം നൽകുന്ന അതിജീവനത്തിന് ഒപ്പം നിൽക്കുന്ന ആ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണ്. മാത്രമല്ല കീർത്തന, നമുക്കിടയിലൊക്കെ ഇതുപോലെ അറിയപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ഈ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അറിയാമെങ്കിലും നമ്മളോട് പറയാം. നമ്മൾ തീർച്ചയായും ആ റിപ്പോർട്ട് നൽകുന്നതായിരിക്കും.